കോട്ടയത്ത് ചോക്ലേറ്റിൽ ലഹരി കണ്ടെത്തിയതിൽ കുട്ടിയുടെ അമ്മ ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. നമുക്ക് അമ്മയോടൊപ്പം ഈ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കാം. നമസ്കാരം അമ്മ. നമസ്കാരം. ഈ മോൻ 4 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ LKG ചേർന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി അല്ലേ? ഒരു 6-8 മാസമായെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ വർഷമാണോ ചേർന്നത് LKG? ഇപ്പോൾ ഒരു വർഷം ആയി. കഴിഞ്ഞ ജൂൺ തൊട്ട് പോകുന്നുണ്ട്. ഓക്കെ. ഈ സമയത്ത് അവിടെ എത്ര പേരുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ, LKG ക്ലാസ്സിൽ? ഈ ക്ലാസ്സിൽ LKGയിലെയും UKGയിലെയും കുട്ടികൾ ഒരുമിച്ചായിരുന്നാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞത്. ഇപ്പോൾ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറയുന്നത് അബാക്കസിന്റെ ക്ലാസ്സിൽ പോയപ്പോൾ കിട്ടിയതായിരിക്കാമെന്നാണ്. ഈ വിവരം ഇത് ലഹരി അടങ്ങിയിട്ടുണ്ട്, ഇത് സ്കൂളിൽ നിന്നാണ് ഈ ചോക്ലേറ്റ് കിട്ടിയതെന്ന് ഉറപ്പാണോ? സ്കൂളിൽ നിന്നാണ് കിട്ടിയത്. കാരണം മോനും അത് തന്നെയാണ് പറയുന്നത്. ക്ലാസ്സിലെ ബെഞ്ചിലിരുന്നാണ് അവന് ഈ ചോക്ലേറ്റ് കിട്ടിയതെന്നും കുഞ്ഞ് വീട്ടിൽ വന്നിട്ട് എഴുന്നേക്കുന്നില്ല, ബോധരഹിതനായി കിടക്കുക. അങ്ങനെ സാധാരണ അവൻ കിടക്കുന്നതല്ല. അപ്പോൾ എഴുന്നേക്കാതെ വന്നപ്പോഴത്തേക്ക് സ്കൂളിൽ വിളിച്ച് തിരക്കിയപ്പോഴാണ് സ്കൂളിലെ അബാക്കസ് പഠിപ്പിക്കുന്ന മിസ് തന്നെയാണ് എന്നോട് ആദ്യം പറയുന്നത്, കുഞ്ഞ് ക്ലാസ്സിലൊരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കുന്നത് കണ്ടു. അവരുടെ മുഖത്തും മൂക്കയിലും ഒക്കെ ഇതായപ്പോഴത്തേക്ക് അവർ തന്നെയാണ് കൊണ്ടുപോയി കഴിയിച്ചതും. കുഞ്ഞിനെ കൊണ്ട് അവർ തന്നെയാണ് ചോക്ലേറ്റിൻ്റെ കവറ് പുറത്ത് കളയിപ്പിച്ചു. പിന്നെ അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പതിവില്ലാതെ പെട്ടെന്ന് ഉറങ്ങുന്നതും കണ്ടെന്ന് അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതിനിടയ്ക്ക് സ്കൂളിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഈ കുട്ടിക്ക് കഴിയില്ലല്ലോ? ഇല്ലില്ല, അവരങ്ങനെ പുറത്തുനിന്ന് ആരെ അലോ ചെയ്യത്തുമില്ല, ഇവരെ വെളിയിൽ വിടത്തുമില്ല. അപ്പോൾ ക്ലാസ് മുറിക്കുള്ളിൽ നിന്ന്, ചുരുങ്ങിയ പക്ഷം സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടിക്ക് ഇത് കിട്ടിയത്. എന്നിട്ട് ടീച്ചർ എന്താ പറയുന്നത്? നമ്മളിത് ആ ടീച്ചറോട് വിളിച്ച് ചോദിച്ചില്ല? അബാക്കസിലെ ടീച്ചർ പറഞ്ഞതറിഞ്ഞപ്പോൾ നമ്മുടെ ഈ LKG സ്കൂളിലെ ടീച്ചർമാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? ഞാൻ ആദ്യം LKG സ്കൂളിലെ കൊച്ചിൻ്റെ ക്ലാസ് ടീച്ചറെ വിളിച്ചത്. ക്ലാസ് ടീച്ചർ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്തു, വീട്ടിൽ പോകുന്നോ, കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പക്ഷെ അതല്ലാതെ ആ സ്കൂളിലെ വേറെ ഒരു ടീച്ചർമാരോ പ്രിൻസിപ്പളോ ആരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല. ഈ കുഞ്ഞിനെ സംഭവിച്ചു എന്നുള്ള വിവരം ഈ സ്കൂൾ അധികൃതർ അറിഞ്ഞിരുന്നോ? അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞിരുന്നോ? അവരറിഞ്ഞിരുന്നു. അവർ തന്നെ നമ്മളെ അറിയിക്കുന്നതും. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോണ വഴിക്കാണ് പ്രിൻസിപ്പൾ നമ്മളെ വിളിക്കുന്നതും, കുഞ്ഞിന് എന്നാ പറ്റിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ മിസ്സാണ് പറഞ്ഞത്, കൊച്ചു ക്ലാസ്സിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങിയെന്ന് മിസ് തന്നെയാണ് നമ്മളോട് പറഞ്ഞതെന്നും. അപ്പോൾ അവർ സ്കൂളിലെ പ്രിൻസിപ്പൾ തന്നെ അന്ന് രാത്രി തന്നെ പോയി സ്കൂൾ തുറന്ന് സ്കൂളിൻ്റെ അവിടുന്ന് ഈ കുഞ്ഞ് കളഞ്ഞെന്ന് പറയുന്നുള്ള ഡയറി മിൽക്കിൻ്റെ കവറ് അവരാണ് നമുക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നു. ഈ മിഠായിയാണ് കൊച്ചു കഴിച്ചതെന്നും പറഞ്ഞ്. ഓക്കെ. ആ മിഠായിയിൽ ലഹരിയുടെ അംശം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കാൻ കാരണം എന്താണ്? സംശയിക്കാൻ കാരണം അന്നേ ദിവസം നമ്മൾ കൊച്ചിനെ വീട്ടിലുണ്ടാക്കിയ ഫുഡാണ് കൊടുത്തു വിട്ടത്. ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തു വിട്ടത്. പിന്നെ അതല്ലാതെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റുമാണ് സ്നാക്സിന് കൊടുത്തു വിട്ടത്. അപ്പോൾ സ്നാക്സ് മോർണിംഗിലാണ് കഴിക്കുന്നത്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലാസ്സിന് പോകുന്നത്, അബാക്കസിൻ്റെ ക്ലാസ്സിന് പോയത്. അപ്പോൾ അവിടെ വെച്ചാണ് കുഞ്ഞു എന്നോട് പറഞ്ഞു, അമ്മ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഉറക്കം വന്നത്, ഇത് കഴിച്ചിട്ടാണ് ഞാൻ ഉറക്കിയതെന്നും ഈ കവർ കാണിച്ചപ്പോൾ അവൻ തന്നെ എന്നോട് പറയുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ പിന്നെ അത് പരിശോധിക്കാൻ വേണ്ടി കൊടുത്തു അല്ലേ? ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തോ? അത് ഞങ്ങൾ തിങ്കളാഴ്ച കൊച്ചിനെ ചെക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ കൊച്ചിന് സ്റ്റൊമക്ക് വാഷ് കൊടുത്തു, ഫ്ലൂയിഡും എടുത്തു. ആ സമയത്തെ ബ്ലഡും യൂറിനും കളക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ ഈ സാമ്പിള് അമൃതയിൽ കൊടുക്കാനായിട്ട് പോകുന്നത്, ടോക്സിക്കോളജി. അപ്പൊ അതേ ദിവസം ചൊവ്വാഴ്ച തന്നെ സ്കൂളിൽ നിന്ന് മിസ്സുമാർ കുട്ടിയുടെ കയ്യിൽ കുറച്ചെങ്കിലും ബാക്കി ഉണ്ടായിരുന്നോ, അതോ ഈ കവർ നിങ്ങൾക്ക് തിരിച്ചു തന്നോ സ്കൂളിലെ അധികൃതർ? കവർ തന്നില്ല. കുഞ്ഞ് അമൃതയിൽ ICUലായപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഫോറൻസിക് ടെസ്റ്റിന് അയക്കാൻ വേണ്ടി ഈ ഡയറി മിൽക്കിൻ്റെ കവർ സ്കൂളുകാരോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കുഞ്ഞിനെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, പ്രിൻസിപ്പാളിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഈ കവർ സൂക്ഷിച്ച് വെക്കാനായിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ, അപ്പോൾ നിങ്ങൾ കഴിച്ച മിഠായി ഏതാണെന്ന് അറിയണമെന്നല്ലേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കവർ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞു.
അത് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നു, ഞാനെടുത്ത് കളഞ്ഞു. അപ്പൊ ഈ ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റ് പിന്നെ കുറേ തവണ ഞാൻ അവരെ പിന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ എന്ത് സാമ്പിളാണ് എടുത്തത്? കുട്ടിയുടെ ഈ വയറ്റിൽ ഉള്ള ഭാഗമാണോ, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഭാഗങ്ങളാണോ എടുത്തത്? വയറ്റിൽ നിന്നുള്ള ഫ്ലൂയിഡ് എടുത്തു. അതായത് ആമാശയത്തിലുള്ള ഫ്ലൂയിഡ് ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഫ്ലൂയിഡും പിന്നെ ഫ്ലൂയിഡ് എടുത്തപ്പോൾ എന്താണ് ടോക്സിക്കോളജി പരിശോധനയിൽ തെളിഞ്ഞത്? അത് ബെൻസോഡൈൻസിന്റെ പ്രസൻസ് ആണ് റിപ്പോർട്ടിൽ വന്നത്. അങ്ങനെ കുട്ടിക്ക് വരേണ്ട ഒരു സാഹചര്യവുമില്ലല്ലേ? ഉച്ചഭക്ഷണം ഈ അതിന് മുൻപ് കൊടുത്തത് ബിസ്ക്കറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ? ബിസ്ക്കറ്റും ഒരു ഡാർക്ക് ഫാന്റസി ചോക്ലേറ്റും. ബിസ്ക്കറ്റ് അതിന് മുന്നേ കൊടുത്തത് ഡാർക്ക് ഫാന്റസി അല്ലാതെ ഒരു ഓറിയോ ബിസ്ക്കറ്റാണ് കൊടുത്തു വിട്ടത്. ഓറിയോ ബിസ്ക്കറ്റ്. എന്തായാലും ഇതിൽ നിന്ന് വരാനുള്ള സാധ്യതയില്ല. പിന്നെ കുട്ടി കഴിച്ചു എന്ന് പറയുന്നത് ഈ ചോക്ലേറ്റ് മാത്രമാണ്. ഇതിൽ നിന്ന് വരാനുള്ള സാധ്യതയില്ല, ഇത് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ഈ സംശയം ആദ്യം തന്നത് സ്കൂളുകാർ തന്നെയാ. അവരാണ് ആദ്യം ഇത് പറഞ്ഞത്. അവനൊരിക്കലും ഉച്ചയ്ക്ക് ഉറങ്ങുന്നല്ല, പതിവില്ലാതെ അന്ന് ഉറങ്ങും. ഈ സ്കൂളിൽ എങ്ങനെ ചോക്ലേറ്റുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്നോ? കുട്ടിയുടെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, കൊച്ചിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തോളം ആയിട്ടുണ്ട്. പിന്നെ അവരുടെ സ്കൂളിൽ ചോക്ലേറ്റ് അലോ ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഒന്നുകിൽ പുറത്തു നിന്ന് ആരെങ്കിലും അവിടെ കൊണ്ടുവച്ചതാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കുട്ടികൾ കഴിച്ചതിന്റെ ബാക്കി ഭാഗം അവിടെ വെച്ചതാവാം അല്ലേ? ബാക്കി മറ്റേതെങ്കിലും കുട്ടികൾ വഴിയേ എത്താൻ വഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ ബാഗ് നമ്മൾ കൊടുത്തു വിടുമ്പോഴത്തേക്ക് ഈ ബാഗ് അതിനകത്ത് സ്നാക്സ് എടുക്കുന്നതും വാട്ടർ ബോട്ടിൽ എടുക്കുന്നതും ബുക്സ് എടുക്കുന്നതും എല്ലാം ടീച്ചർമാരാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ എന്തായാലും ഇതിന്റെ വഴി അന്വേഷിക്കേണ്ടതിന് പകരം ഈ കവറൊക്കെ എടുത്തു കളഞ്ഞ് നിങ്ങളുമായിട്ട് സഹകരിച്ചില്ല എന്നുള്ളതാണൊരു പരാതി അല്ലേ? അതെ അതെ, ഇവർ നമ്മുടെ കൂടെ വന്ന് സഹകരിച്ച് പോരുന്നെങ്കിൽ നമുക്കും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് ആദ്യം മുന്നോട്ട് വന്ന സ്കൂൾ അത് അധികൃതർ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു നല്ല കാര്യം തന്നെയായിരുന്നു. വേറൊരു കൊച്ചും കൂടെ മുട്ടായി കഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ സ്കൂളിൽ തന്നെ വിടുന്നുണ്ടോ കുട്ടിയെ? ഇനിയിപ്പോ ഇതിന്റെ സത്യം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാന്ന് വരാം. ഓക്കെ, താങ്ക് യു. എന്തായാലും കുട്ടി ഇപ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്നു. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ കുട്ടി ഇപ്പോൾ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ? കുഞ്ഞിന് അതേ തുടർന്ന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി. ഇപ്പൊ അവൻ BP മെഡിസിൻ എടുത്തോണ്ടിരിക്കുക 3 നേരം. ഓക്കെ, എന്തായാലും എത്രയും പെട്ടെന്ന് കുഞ്ഞ് ആരോഗ്യനില പൂർണ്ണമായിട്ടും വീണ്ടെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ എന്തായാലും ആ പോരാട്ടം തുടരുക. എവിടെ നിന്നാണ് ഈ ലഹരിയുടെ വഴി വന്നത് എന്നത് നമുക്ക് വ്യക്തമാവണം. താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് കോട്ടയത്ത് ഒരു സ്കൂളിൽ LKGയിൽ പഠിക്കുന്ന കുട്ടി, 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ലഹരി കലർന്ന ചോക്ലേറ്റ് കഴിക്കാനിടയായ സംഭവത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. സ്കൂൾ അധികൃതർ ആദ്യഘട്ടത്തിൽ ഈ കുടുംബവുമായിട്ട് സഹകരിച്ചില്ല എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ കാര്യത്തിൽ സ്കൂൾ അധികൃതർ പറയുന്നത് ക്ലാസ് മുറിയിൽ നിന്നല്ല അബാക്കസിന്. പക്ഷേ അബാക്കസും ഈ സ്കൂളിൻ്റെ തന്നെ മറ്റൊരു ക്ലാസ് മുറിയാണ്. അപ്പോൾ എങ്ങനെ ഇവിടെ ആ ചോക്ലേറ്റ് എത്തി എന്നുള്ളത് നമ്മൾ അറിയണം. ഇത് മറ്റു സ്കൂളുകളിലും സമാനമായ രീതിയിൽ ചോക്ലേറ്റുകളിൽ ലഹരി കലർത്തിയുള്ള വിൽപ്പന നടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വരവ് എവിടെ നിന്നാണ്? അതിൻ്റെ സോഴ്സ് ആരാണ്? ഇങ്ങനെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നരാധമന്മാർക്കെതിരെ നമ്മുടെ സമൂഹം പൂർണ്ണമായും ഒറ്റക്കെട്ടായി ജാഗ്രതയോടുകൂടി നിന്ന് നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. എവിടെ നിന്ന് വിവരം കിട്ടിയാലും റിപ്പോർട്ടർ TVയുടെ ഹെൽപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഒപ്പം ആ നമ്പറിൽ നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി നമ്മൾ അധികാരികളെ അറിയിക്കുകയും ചെയ്യും. റിപ്പോർട്ടറിന്റെ തുറന്ന യുദ്ധം തുടരും. നമുക്ക് ലഹളയും വേണ്ട, ലഹരിയും വേണ്ട.